ാണ് കേരളത്തിലെ ചാരായ ഹറാമാണ്. തൂറ്റിപ്പോയത് ഇപ്പോഴേ നമ്മുടെ ഗവൺമെന്റ് മദ്യനിരോധനം ഏർപ്പെടുത്തി. എന്താ പറഞ്ഞത്? 4 സ്റ്റാറിലും 5 സ്റ്റാറിലും ഇരുന്നിട്ട് കുടിക്കാം. ചെറിയ ഹോട്ടലിൽ ഇരുന്നിട്ട് കുഞ്ഞുകുട്ടികളൊന്നും കുടിക്കരുത് കേട്ടോ. പിന്നെ ഏതേ കുടിക്കാൻ പാടില്ലാത്തതല്ലോ ഈ ബ്രാൻഡി വിസ്കി. ഞാൻ ചോദിച്ചോ, കല്ല് മദ്യത്തിൽപ്പെട്ടതല്ലേ? കല്ല് കുടിച്ചാൽ തെറ്റില്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിന് പറ്റുമോ? കല്ല് ആരോഗ്യത്തിന് നല്ലതാണോ? എന്തുകൊണ്ട് കല്ല് ഷാപ്പ് ഗവൺമെന്റ് നിരോധനത്തിൽ ഏർപ്പെടുത്തിയില്ല? അതുകൊണ്ട് ഗവൺമെന്റുകൾ മാറി വന്നാലും മുസ്ലിങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, മദ്യമെന്ന കൺസെപ്ഷനിൽ കള്ളും ചാരായവും ബ്രാൻഡിയും വിസ്കിയും റമ്മും എന്തായാലും മനുഷ്യന്റെ ബുദ്ധിയുടെ സമനില തെറ്റിച്ച് കളയുന്ന മുഴുവൻ മദ്യത്തിന്റെ പരിധിയിൽപ്പെടും. അത് നിരോധിക്കേണ്ടത്, അത് ബഹിഷ്കരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ലോകത്ത് കാണിച്ച പ്രവാചകരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള്. അത് ലോകത്ത് കാണിച്ച മതമാണ് ഇസ്ലാം മതം. കല്ലുകുടി മാത്രമല്ല, വ്യഭിചാരം നിർത്തിക്കാണിച്ചു കൊടുത്തു, പലിശ നിർത്തിക്കാണിച്ചു കൊടുത്തു. ഇന്ന് ക്രിസ്ത്യൻ സഭകൾ ഈ 2 കാര്യത്തിനും സമരഭൂമിയിലാണ്. നമുക്കതിന് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. ലോകത്ത് മദ്യം എന്നേക്കുമായി റസൂലുള്ള നിർത്തി. ലോകത്ത് വ്യഭിചാരം എന്നേക്കുമായി റസൂലുള്ള നിർത്തി. ലോകത്ത് പലിശ ലഅനല്ലാഹു ആകിലഹു വ മൂകിലഹു വ കാതിബഹു വ ഷാഹിദഹു ഫിന്നാർ. പലിശയ്ക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, അതിനുവേണ്ടി വക്കാലത്ത് പറയുന്നവൻ, അവനൊക്കെ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും ശപിച്ചിരിക്കുന്നു. ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് ഓപ്പറേഷൻ കുബേര എന്നൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരെയും കൊള്ളപ്പലിശക്കാരെയും നിലക്ക് നിർത്താൻ വ്യഗ്രതപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോ, ഇതൊക്കെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമത ലോകത്തിന് നൽകിയ സംഭാവനകളാണ്. ആ സംഭാവനകളേക്ക് അപമതിച്ചുകൊണ്ട് തിരിച്ചറിയാതെ വെറും ബഹുഭാരിത്വത്തിലും തലാക്കിലും കയറി പിടിച്ചിട്ട് മുസ്ലിം മതത്തെ കൊച്ചാക്കാനോ അതുവഴി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന് കളങ്കപ്പെടുത്താനോ ആരൊക്കെ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് അത്തരം കുതന്ത്ര ബുദ്ധികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകരാൻ, അല്ലാഹുവിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനാൻ. ഞാൻ മീഡിയ 1 ചാനലിൽ നിന്ന് വിളിക്കുകയാണ്. ഓ എന്തോ സാറേ, ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിലൊന്ന് പങ്കെടുക്കാൻ വരാൻ താല്പര്യമുണ്ടോ? ഞാൻ ചോദിച്ചു, എന്താണ് മാറ്റർ, സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് സാറ് മീഡിയ 1 കാണാറുണ്ടോ ചോദിച്ചു. ഞാൻ 1ഉം 2ഉം 3ഉം ഒക്കെ നോക്കാറുണ്ട്. പക്ഷെ എപ്പോഴും ഇതിന്റെ മുകളിൽ ഇരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ മോനെ. എപ്പോഴെങ്കിലുമൊക്കെ ന്യൂസൊക്കെ നോക്കാറുണ്ട്. സാർ, കുറച്ചു ദിവസം മുമ്പേ റുഖയ്യ ആമിന ഷെരീഫ, അതിൽ 2 പെണ്ണുങ്ങൾ കാസർകോട്ടുകാരാ. 2 പെണ്ണുങ്ങൾ നമ്മുടെ സ്വന്തം കാസർകോട്ടുകാരാ. ഒരു പെണ്ണ് കോഴിക്കോട്ട് എത്തിയ. ഇവര് 3 പേരും മീഡിയ 1 ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു, ഖുർആൻ ഞാൻ ഓതൂല്ലാതെ തൊടും, മാതൃഭൂമി പത്രത്തിന്റെ വില ഖുർആനിന് ഞങ്ങൾ കൽപ്പിക്കുന്നുള്ളൂ. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഖറൂൻ. അംഗസ്നാനം ചെയ്തിട്ടല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്നല്ലേ? ഞങ്ങൾ ഓതൂല്ലാതെ തൊടും, ഞങ്ങൾ മെൻസസിൽ എപ്പോഴും തൊടും, ഞങ്ങൾക്ക് ഖുർആന് യാതൊരു വിലയില്ല. അങ്ങനെ വല്ല കഴിവുണ്ടെങ്കിൽ ഖുർആന്റെ കഴിവുകൾ കാണട്ടെ. ഇതിന് മറുപടി പറയാൻ നിങ്ങൾ ചാനലിലേക്ക് വരണം. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ കൂടെ? നബീസിയും റുഖയ്യും ഫാത്തിമയുണ്ട്. അത് വേണ്ട. കൊതൂനക്കൊല്ലാം കുന്തെടുക്കണോ മോനെ? വേണ്ടല്ലോ. എനിക്ക് അസം മുസ്ലിയാരുടെ വാക്കാണ് ഓർമ്മ വന്നത്. അള്ളാഹു ആ മഹാന്റെ ഖബർ സ്വർഗത്തിന്റെ ദറജ കൊണ്ട് ഉയർത്തട്ടെ. കാസർഗോഡിന്റെ ഖാദിയായിരുന്നു മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ. ഹസൻ മുസ്ലിയാരും ചേകന്നൂർ മൗലവി ഈസാനബിനെ പോലെ ഹയാത്തിൽ ഉണ്ടൊന്നും ഇല്ലാന്നും കയ്യിലയുക്കാലും. അയാള് CBI പോലും അന്വേഷിച്ച് കിട്ടാത്ത സാധന. അവർ ചില്ലറക്കാരനല്ല. അപ്പൊ അയാളും ഹസൻ മുസ്ലിയാരും തമ്മിൽ ഒരു വാദപ്രതിവാദം നടക്കുക. ഞാനന്ന് പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ 1979 ഓതിപ്പടിക്കുകയാണ്. അപ്പോഴ് വാദപ്രതിവാദം നടക്കുന്നത് മാറഞ്ചേരി എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലൊരു സ്ഥലത്താണ്. അവിടെ വലിയ കാര്യങ്ങളാ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഔലിയാക്കൾക്ക് മരിച്ചതിന്റെ ശേഷം കറാമത്തുണ്ട് എന്ന് ഹസൻ മുസ്ലിയാർ. കറാമത്ത് ഒരു സാധനം ഇല്ലാന്ന് ചേകന്നൂർ മൗലവി. അപ്പൊ ചേകന്നൂർ മൗലവി പറഞ്ഞു, നിങ്ങളുടെ മൊയ്തീൻ ഷേഖിന് കറാമത്തുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ സ്റ്റേജ് അങ്ങ് പൊളിഞ്ഞാറട്ടെ എന്ന് പറഞ്ഞു.
10 മിനിറ്റ് സമയം തരാം, ബഗ്ദാദിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ. മുമ്പ് പറയാം, മുമ്പ് പടയില്ലല്ലോ, ബഗ്ദാദിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ, അതുകൊണ്ട് 10 മിനിറ്റ് സമയം തരാം. മൊയ്തീൻ ഷേഖിന് കറാമത്തുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് സ്റ്റേജ് എന്ന് പൊളിഞ്ഞാറ് കയറണം. വാച്ച് നോക്കി 11 മിനിറ്റായി, സ്റ്റേജിനൊന്നും പറ്റിയില്ല. ജനങ്ങൾ മോപ്റ്റ് നോക്കി. അസമൂല്യരിഞ്ഞ് എന്താ മറുപടി പറയാ? കറാമത്തുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിയാൻ വെല്ലുവിളിച്ചിരിക്കല്ലേ, കറാമത്ത് കണ്ടില്ല. അസം മുസ്ലിയാർ ഉസ്താദ് അവിടെ നിന്ന് നീച്ചിട്ട് ചോദിച്ചു, മിസ്റ്റർ മൗലവി, അള്ളാഹു താലാക്ക് കുദറത്തുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കുദറത്ത്, കഴിവ് ഉണ്ട്, എല്ലാത്തിനും കഴിവില്ല വെച്ചു. ഉണ്ട്. അസം പറയാണ്, ഈ ബഗ്ദാദിൽ നിന്ന് മൊയ്തീൻ ഷേഖിന് വരാൻ 10 മിനിറ്റല്ലേ അനുവദിച്ച്, അള്ളാഹ്ക്ക് ഇങ്ങോട്ട് വരാൻ അരമണിക്കൂർ അനുവദിക്കാം. അള്ളാഹ്ക്ക് കുദറത്തുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് കത്തട്ടയാണ്. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റേജ് എത്തിയില്ല. അള്ളാഹ്ക്ക് കുദറത്തില്ല എന്ന് പറയോ? അപ്പ ചേകന്നൂർ മൗലവി മറുഭാഗം മാറ്റിപ്പിടിച്ചു. ഒരു ചോദ്യം ചോദിച്ചു അസം മൗലവിയോട്. എന്താ ചോദിക്കുന്നത്? ഇങ്ങനെ തുമ്മിയാൽ നമ്മളെന്ത് പറയും? അൽഹംദുലില്ലാ. അപ്പുറത്തിരിക്കണോ എന്ത് പറയും? ഇർഹമുക്കല്ലാഹ്. അപ്പൊ നമ്മളെന്ത് പറയും? യഹ്ദീകുമുല്ലാഹ്. ഈ മൗലവി ചോദിക്കുകയാണ്, ഒരുത്തനൊരു കോഴിത്തോലുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുക, എന്നിട്ട് മൂക്കിന്റെ അകത്ത് ഈ കോഴിത്തോല് കയറ്റു, അൽഹംദുലില്ലാ. മറ്റേ ഇവൻ തുമ്മാൻ തുടങ്ങിയാൽ ഞമ്മക്കവിടെ നീച്ചു പോകാൻ പറ്റില്ല, ഇർഹമുക്കല്ലാഹ് പറഞ്ഞ് അടങ്ങാവോലോ. ഇവൻ ഈ മൗലവി ചോദിക്കുകയാണ്, മൊത്തം എല്ലാ തുമ്പലിനും കൂടിയിട്ട് ഒരു ഇർഹമുക്കല്ലാഹ് മതിയോ, അതോ ഓരോ തുമ്പലിനും ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവൻ കോഴിത്തുകലും മൂക്കി കയറ്റാൻ നിന്ന നമുക്ക് പിന്നെ കുടുംബത്തിൽ പോകാൻ പറ്റുമോ? നേരം മുൾക്കോളം തുമ്പായിരുന്ന ജനങ്ങൾ ചിന്തിച്ചു, ഇതിന് ആയത്തും ഹദീസൊന്നും ഓതിയിട്ട് കാര്യമില്ല, കണ്ടം പടിക്ക് മുണ്ടം പടിയേ ചിലതിന് പറ്റുള്ളൂ. അസമൂല്യർ പറഞ്ഞു, എടോ, ഒരാള് വയറിളക്കാൻ വേണ്ടി സുന്നാമാക്കി കഷായം കുടിച്ചു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സുന്നാമാക്കി വയറിളക്കാൻ കുടിക്കേണ്ട ആയുർവേദ പെട്ടിമരുന്ന് ശാലയിൽ നിന്ന് കിട്ടുന്ന സുന്നാമക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദ മരുന്നാണ്. അതുകൊണ്ടുപോയി തിളപ്പിച്ചിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് കുടിച്ചു കിടന്നാൽ വയറിന് നല്ല മോശം കിട്ടും. സൈഡ് എഫക്റ്റ് ഇല്ല കേട്ടോ, കുടലിനൊരു കുഴപ്പം വരില്ല, മറ്റൊരു കെമിക്കൽ ഒന്നുമില്ല. അസമൂല്യർ ചോദിച്ചു, ഒരാള് സുന്നാമാക്കി കഷായം കുടിച്ചിട്ട് വയറിളക്കാൻ കിടന്നു, മൂപ്പര് നേരം വിളിക്കുമ്പോ തുടങ്ങി കക്കൂസിലേക്ക് ഇങ്ങനെ പോകല്. അസമൂല്യർ ചോദിക്കുക, ഈ പോകുന്ന സമയത്തൊക്കെ അയാള് ചന്തിയാക്കണ്ടേ? വേണ്ടേ? ഇങ്ങനെ കേട്ടിട്ട് കേൾക്കണ്ടേ? ഇനിയും തൂറുന്ന് ഉറപ്പാലോ. അതുകൊണ്ട് മൊത്തം തൂറിൽ കഴിഞ്ഞിട്ട് ഒന്നിച്ച് കഴിക്കാൻ മതിയോ, അതോ ഓരോന്നിനും കേൾക്കണോ? ഞങ്ങൾക്ക് തിരിയണ കോളം തറ ഭാഷയിൽ അങ്ങ് പറഞ്ഞതാ, സാഹിത്യം അങ്ങ് എടുത്തു മാറ്റിയതാ. അസമൂല്യർ പറഞ്ഞ അതേ ഇക്കാത്തി ഞാൻ കൊടുത്തതാ. ചേകന്നൂർ മൗലവി പറഞ്ഞു, സുബൈ ബാങ്ക് കൊടുക്കാതെ നമ്മൾ നിർത്തുക അസമൂല്യരെ, തൽക്കാലം അവസാനിപ്പിച്ചു. അന്ന് പോയതാ മൂപ്പര്. പിന്നെ അത് ചേകന്നൂരിന്റെ അസമൂല്യരായിട്ടുള്ള അവസാനത്തെ വാദപ്രതിവാദമായിരുന്നു. അള്ളാഹു അസൻ മുസ്ലിയാരുടെ ഖബർ അള്ളാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. കേരളത്തില് ഒന്നൊരു സംശയം ഉണ്ടായിരുന്നു, അസം മുസ്ലിയാർ മരിച്ചു കഴിഞ്ഞപ്പോ സുന്നി വേദികളില് ഇനി വാദപ്രതിവാദം നടത്താൻ സമസ്തയുടെ അസം മുസ്ലിയാർ മരിച്ചു, ഇനി ആരാ ഉള്ളത്? AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന മുജാഹിദിന്റെ നേതാവ് കൊട്ടപ്പുറത്ത് വെച്ച് വെല്ലുവിളിച്ചു, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അപ്പോഴാണ് മഹാനായിരിക്കുന്ന സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ് 1980-കളില് കൊട്ടപ്പുറത്ത് വെച്ച് കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയില് ശംസുൽ ഉലമ ഉദ്ഘാടനം ചെയ്ത ആ വേദിയിൽ വെച്ച് 3 ദിവസം കൊട്ടപ്പുറത്ത് വെച്ച് വാദപ്രതിവാദം നടത്തി. 40 വീടുകള്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ 40 വീടുകള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മഹാനായിരിക്കുന്ന സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുര ഉസ്താദാണ് കേട്ടോ. ഇന്ന് ചില ആളുകൾ ഒരു ചോദ്യമുണ്ട്, മോനെ തങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് മഹാനവറുകൾക്ക് നമുക്കൊക്കെ നൽകി തരുമാറാവട്ടെ. ആമീൻ. ഇന്ന് ചില ആളുകൾ എന്നോട് ചോദിച്ചു വരുമ്പോൾ, ഞാൻ ചോദിക്കാൻ പാടില്ല, പക്ഷേ അതിനൊരു ഉത്തരം കണ്ടെത്തുന്ന എപ്പോഴും നല്ലതാണ്. 2 ആളുകൾ എന്നോട് ഇങ്ങനെ വലിയ ആളുകൾ ചോദിച്ചു, അല്ലാ AP ഉസ്താദ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട്, AP ഉസ്താദിന് എന്തേലും സംഭവിച്ചാൽ ഈ പ്രസ്ഥാനം പിന്നെ എന്താവും? ഒരു ചോദ്യ.
പലരും അത് പറഞ്ഞിട്ട് നമ്മളെ ഈമാനെ വസുവാസാക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാ, അസം മുസ്ലിയാർ മരിക്കാൻ കിടക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് KM ഉമർ മൗലവി വെളിയങ്കോട് ഒരു കത്ത് കൊടുത്തയച്ചു. അസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം വഇല്ലാ ഫഇന്ന അലൈക ഇസ്മ അത്ബാഇക. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹിക അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തയച്ച കത്തായിരുന്നു ആ കത്ത്. അതിന്റെ കണ്ടന്റ് അതാ. ആ കത്ത് തിരിച്ച് അസൻ മുസ്ലിയാർക്ക് കൊടുത്തയക്കുന്നു വഹാബി മൗലവി. എന്ത് പറഞ്ഞിട്ട്? അസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം, നിങ്ങൾ മുസ്ലിമാകൂ എന്നാ നിങ്ങൾ രക്ഷപ്പെടും. വഇല്ലാ ഫഇന്ന അലൈക ഇസ്മ അത്ബാഇക, നിങ്ങൾ മുസ്ലിമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുറ്റവും നിങ്ങളോട് പിൻപറ്റിയവരുടെ കുറ്റവും അത് നിങ്ങളുടെ തലയ്ക്ക് മുകളിലാണെന്ന് പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജില് തൊണ്ടയ്ക്ക് ക്യാൻസർ പിടിച്ച് മരിക്കാൻ കിടക്കുന്ന അസൻ മുസ്ലിയാരെ വേദനിപ്പിച്ചുകൊണ്ട് കത്തെഴുതിയിട്ട് അസൻ മുസ്ലിയാർ ആ രോഗത്തിൽ കിടന്നുകൊണ്ട് മരിച്ചുപോയി. അസൻ മുസ്ലിയാരുടെ മരണശേഷം സുന്നത്ത് ജമാഅത്ത് തളർന്നോ? ഒരു കാലത്ത് ഖത്തറിൽ പോകാൻ പാടില്ലാത്ത കാലുണ്ടായിരുന്നു സുന്നികൾക്ക്. സൗദി അറേബ്യയിലേക്ക് കടക്കാൻ പാടില്ലാത്ത കാലുണ്ടായിരുന്നു സുന്നികൾക്ക്. ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് മൗലൂദോദാൻ വരുന്നത് ഖത്തരികളാണ്. കോഴിക്കോട് കടപ്പുറത്ത് മൗലിദോദാൻ വരുന്നത് സൗദികളാണ്. കോഴിക്കോട് കടപ്പുറത്ത് മൗലിദോദാൻ വരുന്നത് യമനികളാണ്. ആ നിലയ്ക്ക് ലോകത്തിലുള്ള 60-70 രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളെ കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടുവന്ന് മൗലിദോദിപ്പിക്കാനോ അവരെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വായിപ്പിക്കാനോ അസം മുസ്ലിയാരുടെ 10 മടങ്ങ് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ സാക്ഷാൽ പി ഉസ്താദിന് സാധിച്ചില്ലേ? അല്ലാഹു അവന്റെ മഹാന്മാർക്ക് കൊടുക്കുന്ന കഴിവാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് സത്യമായ ദീനാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സത്യമായ മതമാണ്. അതിന്റെ സംരക്ഷണം അല്ലാഹുവാണ്. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, മീഡിയ വൺ ചാനലിൽ നിന്ന് പഠിച്ച കുട്ടികളോട് പറഞ്ഞു, ഞാൻ വാദപ്രതിവാദത്തിന് വരുന്നില്ല അവിടെ. കാരണം മുഹാജിരീങ്ങളെ പണ്ട് ബദറിൽ വന്ന സമയത്ത് അൻസാറുകളെ യുദ്ധത്തിന് റസൂലുള്ള പറഞ്ഞയച്ചപ്പോ അബൂജാഹിൽ പറഞ്ഞതെന്ത്? മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ മുഹാജിരിങ്ങളില്ലേ, ഇറക്കിവിടെ. ഞങ്ങള് മുഹാജിറിനാ കുഫുവെക്കുക, മക്കാർക്കാണ് കുഫുവെക്കുക. ഞാൻ മീഡിയ വൻകാരനോട് പറഞ്ഞു, ഈ വിവരമില്ലാത്ത പെണ്ണുങ്ങൾക്ക് മറുപടി പറയാം. ഞാൻ അവിടെ വരുന്നത് ശരിയല്ല. ഒറ്റ ചോദ്യം നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. ഖുർആനിന് മാതൃഭൂമിയുടെ വിലയില്ലെന്ന് പറയുന്ന സുഹറയോട്, ആഴ്ചപ്പതിപ്പിന്റെ വിലയില്ലെന്ന് പറയുന്ന സുഹറയോട്, മെൻസസ് എല്ലപ്പോഴും ഞാൻ ഖുർആൻ തൊടും, അതിന് പ്രത്യേകതയൊന്നുമില്ല എന്ന് പറയുന്നവളോട് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുർആൻ കത്തിക്കുന്നവരോട് ഖുർആൻ പറഞ്ഞതെന്താണ്? ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. 6666 ആയത്തുകളില്ലതുപോലൊരായത്ത്, 114 സൂറത്തുകളില്ലതുപോലൊരു സൂറത്ത്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുവാ. നിങ്ങളുടെ സാഹിത്യ എല്ലാ മേലാളന്മാരെ മുഴുവൻ വിളിച്ചോളൂ, നിങ്ങളുടെ ബുദ്ധിജീവികളെ മുഴുവൻ വിളിച്ചോളൂ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ പരിശ്രമിച്ചാലോ ഒരായത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അബൂജാഹിൽ തോറ്റതല്ലേ? ഖാദിയാനി തോറ്റതല്ലേ? കള്ളക്കുർആനുണ്ടാക്കിയ ആളായിരുന്നു മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഇസ്ലാം മതത്തിന് വിട്ടുകൊടുത്ത ആളാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഒരു പ്രവാചകനുണ്ടെന്ന് വാദിച്ച വ്യക്തിയാ മിർസാ ഗുലാം അഹമ്മദ്. ആ മിർസാ ഗുലാം അഹമ്മദ് പറഞ്ഞു, ഖുർആനിന് പകരം ഞാൻ ഖുർആൻ കൊണ്ടുവരാ. അയാളുണ്ടാക്കിയ ഖുർആൻ എന്താണ്? ഇന്നാ അൻസൽനാഹു ഖരീബൻ മിനൽ ഖാദിയാൻ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ.
വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിന് ഉപോത്ബലകമായി ഇന്നാ അൻസൽനാഹു ഖരീബൻ മിനൽ ഖാദിയാൻ എന്ന് പറഞ്ഞൊരു ഡ്യൂപ്ലിക്കേറ്റ് ഖുർആൻ ഉണ്ടാക്കാൻ നോക്കി. ആ ഖാദിയാനിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു? വായിലൂടെ മലം വന്ന് ഛർദിച്ചിട്ടാ ഖാദിയാനി ചത്തുപോയത് മോനെ. അല്ലാഹുവിന്റെ റസൂലിന് ഉറുദു പഠിപ്പിച്ചു കൊടുത്തത് ദയൂബന്ദിലെ മുദർരിസന്മാരാണെന്ന് ഹഖീഖത്തുൽ വഹി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഖാദിയാനികൾ എഴുതി വച്ചിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്തുകാരും അതുപോലെ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദിത്വം അത് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഏറ്റെടുക്കൂ. ലോകത്ത് ഇസ്ലാമിനെ തകർക്കാൻ വൻശക്തികൾ പുറപ്പെടുമ്പോ ആളുകൾ കൂട്ടത്തോടൊരു ഭാഗത്ത് ഇസ്ലാമതത്തിലേക്ക് വരികയാണ്. ലോകസുന്ദരി പട്ടം പെട്ടിയ പെണ്ണ് മിനിഞ്ഞാൻ ഇസ്ലാമതത്തിലേക്ക് വന്നു. ജോർജ് ബുഷിന്റെ മകൾ കഴിഞ്ഞ മാസം മുസ്ലിമായി. തമിഴ്നാട്ടിൽ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സെക്സ് ബോംബെന്ന് പറയുന്ന മോണിക്ക എന്ന് പറഞ്ഞ് തുണി ഉടുക്കാതെ സിനിമ അഭിനയിച്ചിരുന്ന പെണ്ണ് ഒരു ദിവസം പരത ധരിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് കണ്ണീർ തുടച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നല്ലോ. അത് കണ്ട് വപ്രാളം പൂണ്ട ചില ആളുകള്, ചില സംഘടനകള് മുസ്ലിങ്ങളുടെ ആശയത്തിന് വികലമായി ചിത്രീകരിക്കാനുള്ള വ്യഗ്രതയിലാണ്. അതിന്റെ പേരിലാണ് ബഹുഭാര്യത്വം എടുത്തിരിക്കുന്നത്. അതിന്റെ പേരിലാണ് തലാഖെടുത്തിരിക്കുന്നത്. ഇസ്ലാം മതത്തിലുള്ളതുപോലെ പെണ്ണിന് അധികാര അവകാശം നൽകിയൊരു മതം ലോകത്ത് വേറെയുണ്ടോ? ആണിന്റെ കയ്യിൽ ഇസ്ലാം കൊടുത്തത് തലാഖ് മാത്രമാണെങ്കിലോ പെണ്ണിന്റെ കയ്യിൽ രണ്ടെണ്ണ കൊടുത്തത്. ഒന്ന് ഫസഖ്, രണ്ട് ഖുൽഅ. രണ്ട് നിയമത്തിലൂടെ ഭർത്താവിനെ ഒഴിവാക്കാൻ പെണ്ണിന് അധികാരമുള്ളപ്പോ ഒറ്റ നിയമത്തിലൂടെ പെണ്ണിനെ ഒഴിവാക്കാനാണ് പുരുഷന് നിയമമുള്ളൂ. ആ നിയമം തന്നെ നടപ്പിലാക്കണമെങ്കിൽ 4 കടമ്പ കടക്കണോ, പെണ്ണിന് വാല് പറഞ്ഞു കൊടുക്കണോ, കടപ്പറയിൽ വർജിക്കണോ, ചെറിയ നിലക്കവളെ പനിഷ്മെന്റ് ചെയ്യണം, സൂക്ഷിക്കണോ, അത് കഴിഞ്ഞിട്ട് മീഡിയേറ്റർമാര് കോംപ്രമൈസ് ടോക്ക് നടത്തണോ. ഈ 4 കാര്യവും പരാജയപ്പെട്ടാൽ മാത്രമേ ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്യാവൂ. അങ്ങനെ വിവാഹമോചനം ചെയ്യുന്ന വിവാഹമോചനം തന്നെ അബ്ഗലുൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ്. അനുവദനീയമായ കാര്യങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതി ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലലാണ്. കാര്യകാരണ സഹിതം ഒരു പെണ്ണിനെ തലാഖ് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ അർശ് കിട്ടുകിട്ടാ വിറക്കുമെന്ന് ഖാല റസൂലുള്ളാഹ്. ഒരു നിലക്കും തലാഖിന് അംഗീകരിക്കാത്ത മതമാണ് ഇസ്ലാം. പക്ഷേ ജമാഅത്ത് കമ്മിറ്റിക്കാരോട് എനിക്ക് പറയാനുള്ളത്, മതസംഘടനക്കാരോട് എനിക്ക് പറയാറുള്ളത്, ബി കെയർഫുൾ. നമ്മൾ ജാഗ്രതയായിരിക്കണം മക്കളോ, നമ്മൾ നിതാന്ത ജാഗ്രതയായിരിക്കണം മക്കളോ. ഒരു തലാഖ് എങ്ങനെ നടക്കണം? ജമാഅത്ത് കമ്മിറ്റിക്ക് അതിനൊരു മാനദണ്ഡം വേണോ. നമ്മുടെ സംഘടനകൾ ഉയർന്നു പ്രവർത്തിക്കണോ. സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഇസ്ലാമിക നിയമങ്ങള്, അതിന്റെ സത്യാവസ്ഥകള് പരസ്പരം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വലിയ വലിയ സെമിനാറുകളും സിംപോസിയങ്ങളും വലിയ വലിയ സദസ്സുകളും സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളുടെ വിശദീകരണാർത്ഥം പൊതുജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ. ലോകത്തെ ഏതെങ്കിലും ഒരു മതത്തില് പെണ്ണിന് ആണിനെ ഡൈവേഴ്സ് ചെയ്യാനുള്ള അധികാരം ഇസ്ലാം മതത്തിലല്ലാതെ ഉണ്ടോ? അതിനെപ്പറ്റി കോടതിയൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്ത് ഒരു മതത്തിലും പെണ്ണിന് ആണിനെ ഒഴിവാക്കാനുള്ള നിയമം ഇസ്ലാമിലല്ലാതെ ഒരു മതത്തിലുമില്ല. പക്ഷെ സുപ്രീം കോടതി അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. സുപ്രീം കോടതിയുടെ കുഴപ്പമില്ല, നമ്മളവിടെ പോയി കേസ് വാദിക്കണം. നമ്മുടെ സംഘടനകൾ അതിൽ ഇടപെടണം. മുസ്ലിം നിയമത്തിന് പ്രത്യേക ആനുകൂല്യം കിട്ടുന്ന മുഹമ്മദൻ ലോ, അത് പ്രകാരമാണ് നമുക്കിവിടെ മുസ്ലിങ്ങൾക്ക് ചില പ്രത്യേക അധികാര അവകാശം. ആണിന്റെ പകുതി സ്വത്ത് പെണ്ണിന്, അങ്ങനെ കുറെ ആനുകൂല്യം ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞത് മുസ്ലിങ്ങൾക്കുണ്ട് ഇവിടെ. അത് കിട്ടുന്നത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞൊരു നിയമം ഇവിടെ നിയമമുണ്ട്. ആ നിയമം തെറ്റാണെന്നും അത് മുഴുവൻ എടുത്തുകളയണമെന്നുമാണ്
ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ശ്രദ്ധിച്ചോളണം. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് എഴുതിയതാ, ശരി തന്നെയാ. മുഹമ്മദൻ ലോ മുഴുവൻ വായിച്ചു നോക്കിയാൽ 100% ഇസ്ലാമിക ശരീഅത്തിന് അനുകൂലമല്ല. പക്ഷെ അത് വെച്ചിട്ട് എലിയെ പേടിച്ച് ഇല്ലം ചുടുകയല്ല വേണ്ടത്. അതിലെവിടെയും കറപ്ഷനുകളുണ്ടെങ്കിൽ അതിൽ അമെന്റ്മെന്റുകൾ കൊണ്ടുവന്ന്, ഭേദഗതികൾ കൊണ്ടുവന്ന് അത് തിരുത്തണം. പകരം അതിന്റെ പേര് പറഞ്ഞ് മുഹമ്മദൻ ലോ എടുത്തു കളഞ്ഞാൽ ഇവിടെ ചുളിവില് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ചില കുതന്ത്രമാണ് ചില വിചിത്രമായ സംഘടനകൾ ഇതുവഴി ഉദ്ദേശം വെക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീനായ റബ്ബ് മുസ്ലിം സമുദായത്തിന് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കാര്യങ്ങളൊക്കെ മുസ്ലിം സമുദായം മനസ്സിലാക്കണം. ഞാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്തിനാണെന്നോ, അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, അറിവിൽ വെച്ച് ഏറ്റവും നല്ല അറിവ് സന്ദർഭത്തിനനുസരിച്ചുള്ള അറിവാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ, ഇസ്ലാമിക ആദർശങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വലിയ കുതന്ത്രങ്ങൾ നടക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, അതൊക്കെ നമ്മൾ ചർച്ചകൾക്ക് വിധേയമാക്കി റസൂലുള്ള ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹബീബ് റസൂലുള്ളാഹിനെ പഠിച്ച ആരെങ്കിലും ഒരാള് നബി തങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? മോറിസ് ബുക്കായി, ഒരു യൂറോപ്യൻ ചിന്തകനായിരുന്നു മോറിസ് ബുക്കായി. അയാള് ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ഇംഗ്ലീഷില് മുഹമ്മദ് ദി ഇഡിയറ്റ് എന്ന. ആ പുസ്തകത്തിന് അയാൾ പേരിട്ടത് അങ്ങനെ, മുഹമ്മദ് ദി ഇഡിയറ്റ്. ഇംഗ്ലീഷിൽ ആ വാചകത്തിന് ഞാൻ മലയാളത്തിൽ അർത്ഥം വെക്കാൻ അശക്തന. റസൂലുള്ളാഹിന്റെ പേരായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ ഇഡിയറ്റ് എന്നാണ് വിളിച്ചത് അയാൾ. എന്താ കാരണം എന്നറിയോ? ഒറ്റ കാരണം. ഒരു ഹദീസ് അയാൾ കണ്ടു. എന്താ ഹദീസ്? അല്ലാഹുവിന്റെ റസൂല് ജനനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഒരു അഅറാബി റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, ചില കുട്ടികൾ ജനിക്കുമ്പോ ആ കുട്ടികളുടെ മുഖം വാപ്പയുടെ മോഡലുണ്ട് അല്ലേ? ചില കുട്ടികളുണ്ടല്ലോ വാപ്പാടെ മോഡലുണ്ട്, ചില കുട്ടികളുണ്ടല്ലോ ഉമ്മാടെ മോഡല്. ആ അഅറാബി ചോദിച്ചു, മുഹമ്മദ്, ചില കുട്ടികൾ ജനിക്കുമ്പോ ഉമ്മാടെ മോഡല്, ചില കുട്ടികൾ ജനിക്കുമ്പോ ബാപ്പയുടെ മോഡല്, എന്താ ഇതിന്റെ കാരണം? മുഹമ്മദ് നബിക്ക് പറയായിരുന്നോ? ഇത് ഇന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അതുപോലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാർ അവിടെ ഇരിക്കേണ്ട മെഡിക്കൽ കോളേജിൽ അവിടെ പോയി ചോദിക്ക്. റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് മാത്രമല്ല എല്ലാ അറിവും അല്ലാഹു തആല നൽകപ്പെട്ട അറിവിന്റെ സാഗരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിക്ക് ശാസ്ത്രവും സാഹിത്യവും എല്ലാം അല്ലാഹു തആല അറിയിച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ലാബില്ലാന്ന്, ഒരു ലബോറട്ടറി ഇല്ല, ഒരു ആശുപത്രിയില്ല, ഒരു സംവിധാനമില്ല. നബി തങ്ങൾ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോ ആദ്യമായിട്ട് ഭർത്താവിന്റെ ബീജം സ്ഖലിച്ച് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ കടന്ന് അതിലൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടി ബാപ്പയുടെ മോഡലാകും. തിരിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോ രണ്ടാമത് ഭാര്യയുടെ ബീജം ആദ്യം സ്ഖലിച്ച് അതിലൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടി ഉമ്മയുടെ മോഡലാകും. മോറിസ് ബുക്കായി ഇതിന്റെ മോളിൽ കയറി പിടിച്ചു. മോറിസ് ബുക്കായി പറഞ്ഞു, മുഹമ്മദ് വിഡ്ഢിയ. കാരണം പെണ്ണിന് സ്ഖലനമില്ല, പെണ്ണിന് ബീജമില്ല. സ്ഖലനവും ബീജമൊക്കെ ആർക്കേ ഉള്ളൂ? ആണിനേ ഉള്ളൂ. അപ്പൊ ഈ ഹദീസ് തെറ്റാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ വിമർശിച്ച് പുസ്തകമെഴുതി മോറിസ് ബുക്കായി, യൂറോപ്യൻ യുക്തിവാദി. അയാൾ ആ പുസ്തകത്തിന് പേരിട്ടത് മുഹമ്മദ് ഇഡിയറ്റ്. അവിടുന്ന് 10 കൊല്ലം കഴിഞ്ഞപ്പോ അമേരിക്കയിലെ പെന്റഗണിൽ നടത്തിയ പഠനത്തിൽ കണ്ടുപിടിച്ചതെന്താണ്? പെണ്ണിനും ബീജമുണ്ട്, ആണിനും ബീജമുണ്ട്, രണ്ടാളുടെ ബീജത്തിനും സ്ഖലനവുമുണ്ട്. എന്നാൽ പുരുഷന്റെ ബീജം പെണ്ണിന്റെ ഗർഭപാത്രത്തിലെത്തപ്പെടുന്ന സമയം, പുരുഷന്റെ ബീജം പെണ്ണിന്റെ ഗർഭപാത്രത്തിലെത്തപ്പെടുന്ന സമയം തങ്ങള് നമ്മുടെ മജ്‌ലിസിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്ന സലാത്തിലേക്ക് കിടക്കും ദുആയോടുകൂടെ നമ്മുടെ പരിപാടി സമാപിക്കും. ഈ പറഞ്ഞ വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പുരുഷന്റെ ബീജം
പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് എത്തപ്പെടുന്ന സമയം, അതോടൊപ്പം തന്നെ പെണ്ണിന്റെ ബീജവും സ്വയം സ്ഖലിച്ചുകൊണ്ട് അവളുടെ ഗർഭപാത്രത്തിലേക്ക് വരാറുണ്ട്. പക്ഷേ ഉൽപാദനത്തിനുള്ള കഴിവ് ആണിന്റെ ബീജത്തിന് മാത്രമേ ഉള്ളൂ. 1400 കൊല്ലം മുമ്പ് റസൂലുള്ള പറഞ്ഞത് ശരിയാണെന്ന് പിൽക്കാലത്ത് മോറീസ് ബുക്കായി എന്ന് പറയുന്ന യൂറോപ്യൻ ചിന്തകന് ബോധ്യപ്പെട്ടപ്പോ അയാൾ തിരിച്ചെഴുതി, എനിക്ക് അബദ്ധം പറ്റിപ്പോ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി യാ റബ്ബി ബിൽ മുസ്തഫാ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവരൊക്കെ പിൽക്കാലത്ത് തിരിച്ചു പറയേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമതം അള്ളാഹുവിന്റെ ബുദ്ധിയാണ് മോനെ, അള്ളാഹുവിന്റെ ഹിക്മത്താണ്, അള്ളാഹുവിന്റെ തന്ത്രമാണ്, അള്ളാഹുവിന്റെ നിയമമാണ്. അത് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് അളന്നു തൂക്കി നിജപ്പെടുത്തി വെച്ചാൽ കണക്ക് കൂട്ടാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ് ഇസ്ലാമതം ഉള്ളത്. അതുകൊണ്ട് ആ മതത്തെ മനസ്സിലാക്കാനും ആ മതത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും ആ മതത്തിന്റെ ആശയങ്ങൾ പഠിക്കാനും അർഹമുർ-റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ സ്വലാത്ത് മജ്ലിസില് ധാരാളം സയ്യിദന്മാര് നമ്മുടെ മജ്ലിസിലുണ്ട്, ധാരാളം ആലിമീങ്ങൾ നമ്മുടെ മജ്ലിസിലുണ്ട്. അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പലതും പറയാനുണ്ട്, അവർക്കൊക്കെ ദുആ ചെയ്യാനുണ്ട്, അവരുടെ അനുഗ്രഹം വാങ്ങാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? ഒരു സത്യവിശ്വാസിയുടെ ജീവിതം കടപ്പെട്ടിരിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കാനാണ്. ഞാനിവിടെ എന്റെ വാല് തുടങ്ങുന്ന സമയത്ത് ഒരു ബൈത്ത് ചൊല്ലിയത് നിങ്ങൾ കേട്ടല്ലോ. മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് പള്ളിയുടെ ഉമ്മറത്ത് മറപെട്ട് കിടക്കുന്ന ആശിഖുർ റസൂൽ ഉമറുൽ ഖാദി റളിയല്ലാഹു മഹാനവർകൾ എഴുതിയുണ്ടാക്കിയ ബൈത്ത് കൊണ്ടാണ് ഞാൻ എന്റെ വാല് തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഉമർ ഖാദി സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ഇസ്ലാം വേറെ, മതം വേറെ, രാഷ്ട്രീയം വേറെ. എന്നാൽ അത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഇസ്ലാം മതത്തിൽ രാഷ്ട്രീയമുണ്ട്, ഇസ്ലാം മതത്തിൽ ശാസ്ത്രമുണ്ട്, ഇസ്ലാം മതത്തിൽ സാഹിത്യമുണ്ട്, ഇസ്ലാം മതത്തിൽ കലയുണ്ട്. ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആശിഖുർ റസൂലാകുന്ന കാലഘട്ടത്തിൽ തന്നെ ഇംഗ്ലീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനം നടപ്പിലാക്കിയ മഹാനാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ചാവക്കാട്ടെ തുക്കുടി ഭരണാധികാരി ഉമർ ഖാദിയെ അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ടു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അകത്ത് കിടക്കുകയാണ്. ഒരു പോലീസുകാരന് ഒരു കമ്പ്രാന്തൽ കൊടുത്തിട്ട് ഉമർ ഖാദിയുടെ സെല്ലിന്റെ മുമ്പിൽ കാവൽ നിർത്തി. ഉമർ ഖാദി രാത്രി 12 മണി വരെ അവിടെ ഇബാദത്തായിരുന്നു. രാത്രി 2 മണിയായപ്പോ പോലീസുകാരൻ ഗതാ ജയിലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ ഉമർ ഖാദി തങ്ങളെ കാണാനില്ല. പൂട്ട് പൊളിച്ചിട്ടില്ല, പുറത്ത് കടന്നിട്ടില്ല, പൂട്ട് അവിടെ തന്നെയുണ്ട്, സെല്ല് തുറന്നിട്ടില്ല. അകത്ത് കിടക്കുന്ന കാവ്യാരെ കാണാനില്ല. അതാ പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു, അകത്ത് നമ്മളിപ്പോ ഉമർ ഖാദിനെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്, ഉമർ ഖാദി എവിടെയാണ്? വെളിയങ്കോട്ട പള്ളിയിലെ ഖാദിയാ ഉമർ റളിയല്ലാഹു അൻഹു. സുബഹി ബാങ്ക് കൊടുത്തപ്പോ ഒരു ജമാഅത്ത് മുടങ്ങാതെ ഇമാമായി നിസ്കരിക്കുന്ന ഉമർ ഖാദി സുബഹിക്കതാ വെളിയങ്കോട്ട പള്ളിയിലെത്തിയിരിക്കുകയാണ്. ജനങ്ങൾ ചോദിച്ചു, തങ്ങളെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതല്ലേ? തങ്ങളെങ്ങനെയാ ഇവിടെ വന്നത്? ജയിൽ ചാടിയതാണോ? ഉമർ ഖാദി പറഞ്ഞു, ഞാൻ ജയിലും ചാടിയിട്ടില്ല, കൂട്ടും വിളിച്ചിട്ടില്ല, ഞാൻ നിസ്കരിക്കാൻ വന്നതാണ്, നിസ്കാരം കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു പോകും. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ജമാഅത്തിനവിടെ ഇമാമ് നിന്നു. സലാം വീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരി വെളിയങ്കോട്ട പള്ളി വന്ന് വളഞ്ഞിരിക്കുകയാണ്. ഉമർ ഖാദിയോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്?
നിങ്ങൾ അക്രമം കാണിച്ചു, ജയില് ചാടിയല്ലേ? ഉമർ ഖാലി പറഞ്ഞു, ഞാൻ ജയില് ചാടിയിട്ടില്ല. നിങ്ങൾ പോയി ജയിലിന്റെ അകത്ത് നോക്ക്, ഞാൻ അവിടെ ഉണ്ട്. ഉടനെ തന്നെ ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചു. പോലീസുകാരൻ ചെന്ന് ജയില് നോക്കുമ്പോ അതാ ജയിലിന്റെ അകത്ത് ഉമർ ഖാലി നിൽക്കുകയാണ്. വെള്ളിയങ്കോട്ട പള്ളിയിൽ ജമാഅത്ത്